നമ്മുടെ സ്റ്റുഡന്റ് റിസർച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷന്റെ പുറത്താണ്. ഏതൊക്കെയാ അത്? ഒന്ന് റിസർച്ച് മെത്തേഡ്, മറ്റൊന്ന് റിസർച്ച് മെത്തഡോളജി. ഏകദേശം രണ്ടും ഒരേപോലെയാണ് കേൾക്കുന്ന സമയത്ത്, എങ്കിൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സ്ലൈഡ് ഡിഫറൻസ് ഉണ്ട് റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും. റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാനിവിടെ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സ് അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ പല തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ റിസർച്ച് മെത്തേഡ്സ് എന്താണ്, റിസർച്ച് മെത്തഡോളജി എന്താണ്, ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു ടേംസ് ആണെങ്കിൽ പോലും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് നോക്കാം ഇത് തമ്മിൽ എന്താണ്, റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ റിസർച്ച് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് മെത്തേഡ്സ് ആർ ദ ടെക്നിക് ദ റിസർച്ചർ എംപ്ലോയി ഇൻ കണ്ടക്ടിങ് റിസർച്ച്. ഒരു വ്യക്തി റിസർച്ച് നടത്തുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് റിസർച്ച് മെത്തേഡ്സ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തി റിസർച്ച് നടത്തുന്ന സമയത്ത് അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെയാണ്, ആ റിസർച്ച് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെയാണ് റിസർച്ച് മെത്തേഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഡാറ്റ ഇവാലുവേഷന്, അല്ലെങ്കിൽ റിസൾട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടോ അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെയാണ് റിസർച്ച് മെത്തേഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു റിസർച്ചിൽ ഒരു വ്യക്തി എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഡാറ്റ കളക്ഷൻ ടെക്നിക്കുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും. വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാനാണ് എന്താണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ റിസർച്ച് നടത്താൻ വേണ്ടി റിസർച്ചർ ഉപയോഗിക്കുന്ന ഡാറ്റ കളക്ഷൻ ടെക്നിക്കുകളിൽ വരുന്നതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഡയറക്റ്റ് ഒബ്സർവേഷൻ, അതേപോലെ തന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ, ഒപ്പീനിയനെയർ, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ടെലിഫോണിക് ഇന്റർവ്യൂ, കേസ് സ്റ്റഡീസ്. ഇതൊക്കെ അദ്ദേഹം ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന ഓരോ മാർഗങ്ങളെയാണ്. ഈ മാർഗങ്ങളെയാണ് നമ്മൾ ടെക്നിക്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതല്ല, ഡാറ്റ അനാലിസിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ പ്രധാനമായിട്ടും വരുന്നത് കോറിലേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രി സെക്കൻഡ് ഇയറിൽ, തേർഡ് ഇയറിലൊക്കെ ആയിട്ട്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് കോറിലേഷൻ, റിഗ്രഷൻ, ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അനോവ. ഇതൊക്കെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ടൂളുകളാണ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ടൂളുകളെയാണ് നമ്മൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്സിനെയാണ് റിസർച്ച് മെത്തേഡ്സ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് റിസർച്ച് മെത്തഡോളജി, രണ്ടാമത്തെ പദം കേട്ടോ. റിസർച്ച് ടെക്നിക്ക്, റിസർച്ച് മെത്തേഡ് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് റിസർച്ച് മെത്തഡോളജി എന്താന്നുള്ളതാണ്. മെത്തഡോളജി എന്ന് പറയുമ്പോൾ റിസർച്ച് മെത്തഡോളജി ഇസ് ദ വേ എ റിസർച്ച് പ്രോബ്ലം ഈസ് സിസ്റ്റമാറ്റിക്കലി സോൾവ്ഡ് എംപ്ലോയിങ് ദ റെലവന്റ് റിസർച്ച് മെത്തേഡ്സ്. അതായത് ഒരു റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മെത്തേഡ്സുകൾ, ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അഥവാ നമ്മൾ അവിടെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂളുകൾ, ഒപ്പീനിയനെയർ, അതല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ടെക്നിക്കുകളായിട്ടുള്ള ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, അനോവ, കോറിലേഷൻ, റിഗ്രഷൻ പോലുള്ളവ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അഥവാ ടെക്നിക്കുകൾ നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്, ഒരു റിസർച്ച് പഠനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം സമയത്താണ് അതൊരു മെത്തഡോളജി ആയിട്ട് മാറുന്നത്. വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. നമ്മൾ മാത്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, മാത്സിൽ ഒരുപാട് ടെക്നിക്സുകൾ നമുക്ക് പരിചയമുണ്ട്. അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ ടെക്നിക്സുകളെ നമ്മൾ മാത്സിന്റെ മെത്തേഡ്സ് എന്ന് വിളിക്കാം. ഇനി മെത്തഡോളജി എന്ന് പറയുന്നത് വിശദീകരിക്കാൻ പോകുന്നത്, നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അഡീഷന്റെ, അതല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ, സബ്സ്ട്രാക്ഷൻ ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പൊ അതൊരു മെത്തഡോളജി ആയിട്ട് മാറി. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇതാണ് യഥാർത്ഥത്തിൽ റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.